നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാർച്ച് 9 അന്ന് ചെന്നൈയിലെ പല്ലാവരത്ത് വെച്ച് ഒരു സമ്മേളനത്തിൽ ഒരു മന്ത്രി, DMKയുടെ ഒരു മന്ത്രി ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം പറഞ്ഞതാകട്ടെ ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. അദ്ദേഹം ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്നിരുന്നാലും അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. അത് നരേന്ദ്രമോദിയല്ല, ഇതിനു മുൻപുള്ള ഏത് പ്രധാനമന്ത്രിമാരായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രി കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. അത് പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, രാഷ്ട്രപതി ആയിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായ ഒരു ബഹുമാനം നാട്ടുകാരെന്ന നിലയിൽ അല്ലെങ്കിൽ ഭാരതീയരെന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, മാർച്ച് 9 ചെന്നൈയിലെ പല്ലാവരത്ത് ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് DMK മന്ത്രി TM അൻബരശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു രൂക്ഷ പരാമർശം നടത്തിയത്. ദ്രാവിഡ മുന്നേറ്റ കഴകം മന്ത്രി TM അൻബരശനെതിരെ ഒരു പൊതു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണിപ്പെടുത്തി എന്നാരോപിച്ച് ഡൽഹി പോലീസ് ഇപ്പോൾ FIR ഫയൽ ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കിയാണ് തമിഴ്നാട് മന്ത്രിയും TMK നേതാവുമായ TM അൻബരശൻ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. താൻ മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയെ വെട്ടിക്കഷ്ണങ്ങളാക്കുമായിരുന്നുവെന്നാണ് TM അൻബരശന്റെ ഭീഷണി. ദേശീയതയെയും സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസികളെയുമെല്ലാം DMK നേതാക്കൾ നിരന്തരം അവഹേളിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയും DMK നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഭീഷണിയുടെ സ്വരം ഉയരുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊരു പാർട്ടി അംഗത്വമായാലും അല്ലെങ്കിൽ പാർട്ടി അംഗമായാലും പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള നേതാവാണെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ ഇത്തരം വാക്കുകൾ കൊണ്ട്, ഇത്തരം നീചമായ വാക്കുകൾ കൊണ്ട്, സംസ്കാരശൂന്യമായ വാക്കുകൾ കൊണ്ട്, അതും ഒരു മന്ത്രി, ഒരു ഉന്നത ബഹുമതിയുള്ള ഒരു മന്ത്രി ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നാളെ അത് എങ്ങനെയാണ് ആ നാടിനെ പ്രതിഫലിക്കുന്നത്? എങ്ങനെയായിരിക്കും മറ്റ് സംസ്ഥാനത്തിലുള്ളവർ അതിനെ ഏറ്റെടുക്കുക? ഒരുപക്ഷെ ഇന്ന് തമിഴ്നാട്ടിൽ നടന്നെങ്കിൽ നാളെ അത് കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എത്രയോ പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയും നമ്മൾ കണ്ടിട്ടില്ല. DMKയെ ഇല്ലാതാക്കുമോ എന്നോ അത് സാധ്യമാണോ എന്നും ഒരു കാര്യം പറയാം. DMK ഒരു സാധാരണ പാർട്ടിയല്ല, ഒരുപാട് പേരുടെ ത്യാഗം കൊണ്ട് വളർത്തിയെടുത്ത പാർട്ടിയാണ്, രക്തം ചീന്തി വളർത്തിയ പാർട്ടിയാണ്. DMKയെ ഇല്ലാതാക്കുമെന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരെ ഇല്ലാതായിട്ടുള്ളൂ. എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കൊള്ളൂ. മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശാന്തനായി ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെട്ടിക്കഷ്ണങ്ങളാക്കിയേനെ എന്നായിരുന്നു മന്ത്രി TM അൻബരശന്റെ ഭീഷണി. 153, അതായത് കലാപം ഉണ്ടാക്കുന്ന എന്ന ഉദ്ദേശത്തോടു കൂടി പ്രകോപനം സൃഷ്ടിക്കുക, 268 സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട അശ്രദ്ധമായ പെരുമാറ്റം, 503 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, 505 പൊതുദ്രോഹം നടത്തുന്ന പ്രസ്താവനകൾ, 506 ക്രിമിനൽ ശിക്ഷ എന്നീ വകുപ്പുകൾ പ്രകാരം ഏതായാലും രജിസ്റ്റർ ചെയ്ത FIR ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, അതായത് IPC ഭീഷണിപ്പെടുത്തൽ, അൻബരശന്റെ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതായും പരാമർശിക്കുന്നുണ്ട്. നിലവിൽ ഇത്തരം ഒരു ഭീഷണിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസുമല്ല, അത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസ് എത്തി മറ്റ് നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു കാര്യം അത് താനൊരു പൗരനായിരുന്നുവെങ്കിൽ, അതായത് താനൊരു മന്ത്രിയായതുകൊണ്ടാണ് ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നത്, ഒരു പൗരനായിരുന്നു, സാധാരണക്കാരായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രധാനമന്ത്രിയെ വെട്ടിനുറുക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടെന്ന് ഒരു മന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാകണം ആ ഭരണകൂടം പ്രതികരിക്കേണ്ടത് എന്നതുകൂടി ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിക്കെതിരെ DMK മന്ത്രിമാരുടെ പരാമർശം എന്തായിരുന്നു എന്ന് നോക്കുമ്പോൾ ഈ DMK മന്ത്രി TM അൻബരശൻ ഒരു പൊതുയോഗത്തിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ വീഡിയോ തമിഴ്നാട്ടിൽ മുഴുവൻ ഒന്നടങ്കം ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തമിഴിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തമിഴിൽ സംസാരിച്ചാലും വലിയ രീതിയിലുള്ള മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്തായാലും DMKയെ തകർക്കുമെന്ന് പറഞ്ഞവർ നശിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് നേരെ സംസ്കാരശൂന്യമായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണക്കാരുടെ പ്രതീക്ഷ കൂടിയാണ്
പ്രതിപക്ഷം ഉപയോഗിക്കേണ്ടത് എല്ലായ്പ്പോഴും സംസ്കാരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായ വാക്ക് ഭരണപക്ഷം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ മോശമായ പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല സംസ്കാരം ഉപയോഗിച്ച് നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആ ഭരണപക്ഷത്തെ തിരുത്തുകയാണ് വേണ്ടത്. അത്തരമൊരു ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇതിനു മുൻപൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ അന്നു മുതലാണ് ഇത്തരത്തിൽ ഒരു നീചമായും അത്രയും തഴം താഴ്ന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപും വലിയ രീതിയിൽ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഏതൊരു പാർട്ടിയിലെ അംഗവും ആയിക്കോട്ടെ, ആവർത്തിക്കുകയാണ് ആ വാക്ക്, ഏതൊരു പാർട്ടിയിലെ അംഗവും ആയിക്കോട്ടെ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട്, മാതൃകാപരമായിട്ടുള്ള കേസ് തന്നെ എടുക്കേണ്ടതുണ്ട്. ഇനിയും ആരും ഇത് ആവർത്തിക്കരുത്. കാരണം ഇത്തരത്തിലൊരു മന്ത്രി പറയുമ്പോൾ നാളെ അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ മന്ത്രി പറഞ്ഞത് പ്രവർത്തിക്കാൻ തോന്നുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതും തമിഴ്നാട്ടിലാണ് ഇത് പറയുന്നത് എന്ന് കൂടി ഓർക്കുക. തമിഴ്നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് വൈകാരികമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയും പല കാരണങ്ങൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് തമിഴ്നാട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പോഴൊക്കെ തന്നെ എങ്ങനെയായിരിക്കാം ആളുകൾ പ്രതികരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. എന്തായാലും ഡൽഹി പോലീസ് ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവരും. എന്തായാലും ഇത്തരം പ്രതിപക്ഷങ്ങൾ ഇത്തരത്തിൽ രീതിയിലേക്ക് സംസ്കാരശൂന്യമായി മാറുകയാണെങ്കിൽ ഇനിയും മാതൃകാപരമായിട്ടുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.